നമുക്ക് നമ്മുടെ മതവും വിശ്വാസവും ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ തന്നെ ആയിരിക്കും അപരനും എന്ന് ചിന്തിക്കാൻ ഇതിനകത്ത് കളിമണ്ണ് നിറച്ചാൽ പറ്റില്ല. തീട്ടം നിറഞ്ഞിരുന്നാൽ പറ്റില്ല. അതിനകത്ത് തലച്ചോറ് എന്നും പറഞ്ഞൊരു സാധനം വേണം. അതിന് പകരം ചകിരിച്ചോറായിരുന്നാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എന്റെ കിതാബ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പന്നിയിറച്ചി കഴിക്കില്ല. എനിക്ക് ജാതിയും മതവും ഒന്നുമില്ല. അപ്പൊ കിതാബ് പന്നിയിറച്ചി എന്നെ തിരിച്ചു കടിക്കാത്തത് എല്ലാം ഞാൻ കഴിക്കാം. പന്നി നിന്നെ കടിച്ചോ? പന്നി നിന്നെ മാന്തിയോ? എന്തോ ആയിരിക്കട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു മതബോധം അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല, സമ്മതിക്കുന്നു. പട്ടി പന്നിയൊക്കെ ചെറിയ പ്രായത്തിലേ മുതലേ നമ്മളോട് ഹറാമാണ് ഹറാമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കും. അത് അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല, സമ്മതിക്കുന്നു. എന്തായിരുന്നാലും ഈ ഷിയാസ് എന്ന് പറയുന്ന ആള് അനുവിനോട് നീ കഴിക്കേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആ പെൺകുട്ടി ഡയറ്റ് ആണോ BJP ആണോ എന്ന് ചോദിച്ചത് എന്തിന്റെ പേരിലാ? ഒരു വിവാദം ഉണ്ടാക്കുക എന്നതിന്റെ പേരിലാണ്. അപ്പോ കേരളത്തില് ബീഫ് വിവാദം ഉണ്ടാക്കിയത് BJP-കാരാണ് എന്ന് ഈ മാന്യദേഹം പറയുന്നുണ്ട്. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബീഫ് വിവാദമൊക്കെ പന്നി വിവാദം ഉണ്ടാക്കിയത് ആരാ? ബീഫ് ഫെസ്റ്റിനെ നിങ്ങൾ തടയാൻ പോകുമ്പോഴാണല്ലോ അവര് ചോദിക്കുന്നത് എന്തുകൊണ്ടൊരു പന്നി ഫെസ്റ്റ് വെച്ചുകൂടാ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടേത് മാത്രം ചക്കര, നമ്മളിട്ടാൽ ബെർമുട, ആരാനിട്ടാൽ വള്ളി നിക്ക. താൻ ജീവിതത്തിലേറെ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് ഈ മാന്യദേഹം സോഷ്യൽ മീഡിയയിൽ ഇലക്ഷനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നോ മത്സരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പറയുന്നത്. സ്വയം പരാജിതൻ. പിന്നെ ഞാൻ പൊന്നറിയാ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ മത്സരിച്ച് തോറ്റിക്കുക. പിന്നെ ഞാൻ ഇലക്ഷനിൽ മത്സരിച്ച് തോക്കാൻ പോകാം. അല്ലെങ്കിൽ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണുന്നത് പറഞ്ഞാൽ 10-20 കൊല്ലമായിട്ട് പൊളിറ്റിക്കലി ഈ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഏതോ പാർട്ടി ഓഫീസിന്റെ കക്കൂസ് വിളിച്ച കേസുള്ളതൊന്നും ഇലക്ഷൻ എന്നൊരു കാര്യമല്ല. ഇതിനൊക്കെ വ്യക്തമായിട്ട് ധാരണ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഈസിയോട് പറയുന്നില്ല. അപ്പൊ ഏത് കാര്യവും കക്ഷി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിലേ പറയൂ ചെയ്യൂ, അല്ലേ? അപ്പോൾ പന്നിയിറച്ചിയെ കുറിച്ചും ബീഫിനെ കുറിച്ചും വ്യക്തമായ ധാരണയില്ലേ? ഹിന്ദു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ഒന്നും പോട്ടെ, നമ്മുടെ പുസ്തകത്തെ കുറിച്ച് പോലും വലിയ ഒരു ധാരണയൊന്നുമില്ലേ? അപ്പൊ കാക്ക പറഞ്ഞത് ഞങ്ങളുടെ മതഗ്രന്ഥം പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നം മതമാണ്, അല്ലേ? എനിക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഞാനൊരു ഇന്ത്യനാണ്, അതിന് ഞാൻ പ്രൗഡ് ചെയ്യുന്നു എന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, സോഷ്യൽ മീഡിയയിലെ പറഞ്ഞവൻ മറന്നാലും വാവിട്ട വാക്ക് സോഷ്യൽ മീഡിയ എടുത്തങ്ങോട്ട് പെരുമാറും. അപ്പോൾ മതമാണ് ഇവിടെയും പ്രശ്നം. അതെ, ഹിന്ദുക്കൾ ഉണർന്നു, അതിനെയും വലിച്ചു കീറുന്നുണ്ട്. കേൾക്കാം. മതമാണ് പ്രശ്നമെന്ന് നടക്കുന്ന ചില മതേതര പാർട്ടിക്കാർ അവർ സ്വയം പറയും ഞങ്ങൾ മതേതര പാർട്ടി, എന്നിട്ട് BJP-നെ മോദി സർക്കാരിനെ വർഗീയ പാർട്ടിയിട്ട് അവർ മുദ്രവെക്കും. ഇതെങ്ങനെ ശരിയാവാം? ഈ പറയുന്ന PM കിസാൻ നിധി 2000 രൂപയുടെ 3 ഗഡുക്കളായിട്ട് വരുന്ന സംഭവം അത് പ്രത്യേക മതക്കാർക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ മോദിയും? ഇല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പോയി യുദ്ധം ചെയ്ത് ചോദിച്ചു വാങ്ങിക്കും. പക്ഷേ അത് വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിയെ 4 തെറി പറയാനും നമ്മൾ ഉണ്ടാകും മുൻപ്. ഇവിടത്തെയും പ്രധാനപ്പെട്ട പ്രശ്നം BJP ആണ്, 2 ബീഫാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഒരൊറ്റ കാര്യം ഒരാളത് ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയോ? ഉള്ള BJP-കാരാണ്. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, നീ BJP ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂർ എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടില്ല, എനിക്ക് വിഷയമില്ല. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണം, നന്നായിട്ട് അതിൽ വിര ഉണ്ടാവും. വിര അത് എന്താ മത വിര പോകും. നല്ല കപ്പയിലിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ട്. ഖുറാനിലുണ്ട്. ഖുറാനിൽ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലേ? പീഡിപ്പിക്കാം, നമ്മുടെ പ്രവാചകന്റെ അനുയായി അല്ലേ, കുഴപ്പമില്ല. ഞാനത് കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സാധനം ഞാൻ തിന്നാളാ. പന്നി നിന്നെ പിടിച്ച് കടിച്ചോ? കേസ് കോടതിയിൽ കോഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരും ഈ കേസ് ഉണ്ടാവും, മനസ്സിലായില്ല? അതെ, ആർക്കും വേണ്ടി വരും. പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരും ഈ കേസ് തുടരും. അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണം, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. ജയില് ക്രിമിനലുകൾക്ക് പറഞ്ഞിട്ടുള്ളതാ, കുറ്റവാളികൾക്ക് പറഞ്ഞിട്ടുള്ളതാ.
അപ്പോൾ ഈ നടക്കുന്ന ആണുങ്ങൾ എല്ലാവരും ജയിലിൽ പോയാലേ ആണത്വം തെളിയിക്കാൻ പറ്റുള്ളൂ എന്നാ എവിടെ നിന്നാണ് നീയൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്? ഇനി ഇതിനെതിരെ പ്രതികരിച്ച എല്ലാവരുടെയും വീഡിയോയ്ക്ക് കാക്ക കമന്റുമായിട്ടും വരും കേട്ടോ. ഷിയാസ് കരീമിന്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിന് ഷിയാസ് കരീം വന്ന് എന്റെ കമന്റ് ബോക്സിൽ ഇട്ട കമന്റ് ആണിത്. നീ BJP ആണോ? ദെൻ മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ബീഫ്. ബ്രോ, നിന്റെ ഫേവറേറ്റ് ഫുഡ് ബീഫ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നെ അത് ബാധിക്കുന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ കഴിക്കും, ബീഫ് കഴിക്കും, പോർക്ക് കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും. ഞാനൊരു ഹിന്ദുവാണ്. നീ തന്നെ പറയുന്നുണ്ട് നിന്റെ കിതാബില് നിന്റെ വിശ്വാസപ്രകാരം നിനക്ക് പോർക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ പോർക്കിന്റെ ടേസ്റ്റ് നിനക്കറിയാം, അതായത് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ആയിരിക്കും. എനിവേ, അതവിടെ നിൽക്കട്ടെ. നിന്റെ കിതാബിൽ നിന്റെ വിശ്വാസപ്രകാരം നിനക്കത് കഴിക്കാൻ പാടില്ലെന്ന് നീ പറയുന്നുണ്ട്. അതുപോലെ കണ്ടാൽ പോലെ ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം ഭയങ്കരമായ ഹിന്ദു വിശ്വാസമായിട്ടുള്ള ഒരാൾക്ക് ബീഫ് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം അവർ ബീഫ് കഴിക്കില്ല. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ കാണുക, മനസ്സിലായി? ചിലപ്പോൾ മതപരമായിരിക്കും, ചിലപ്പോൾ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമില്ലാതെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ചോദ്യം അവിടെ ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നീ പന്നി കഴിക്കുന്നില്ല, സുഡാപ്പിയാണോടാ നീ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? പന്നി കഴിക്കാത്തതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരാള് വൈറലാകാൻ വേണ്ടിയിട്ട് BJPയെയും ബീഫിനെയും കയറി കൊത്തി, ശരിക്കു പറഞ്ഞാൽ സംഘികളെല്ലാം കൂടി അത് ഏറ്റെടുത്ത് ഈ മറ്റവനെ അങ്ങോട്ട് വൈറലാക്കി. ഈ നാറി ഉദ്ദേശിച്ചതും അത് തന്നെയായിരുന്നു. ദാ വരുന്നു അടുത്ത കമന്റ് കേട്ടോ. നാണമില്ല സംഖ്യകൾക്ക്. ഈ ഷിയാസ് കരീമിന്റെ പറയൊക്കെ പോയിട്ട് അനു ബീഫ് തിന്നെ എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്ത് നീ എന്താ പോർക്ക് തിന്നാത്തതെന്ന് ചോദിച്ചു നടക്കാം. അവനെ ഒരു മലവാണം, അവനെ മൈൻഡ് ചെയ്യാൻ ഒരു മനുഷ്യന്മാരില്ലാതെ നിൽക്കുന്ന സമയത്ത് അവൻ ആരെങ്കിലും 4 പേര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ അവൻ ഇതിൻ്റെയൊക്കെ പേരിൽ വിമർശിക്കാതെ അവനൊരു സ്ത്രീ 50 ലക്ഷം പറ്റിച്ചിട്ടുണ്ട്. ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കുറേ എന്തുവാ ഉണ്ണി നീ പറയുന്നത്? പുസ്തകത്തിൽ പറഞ്ഞ കുത്തും കോമയുമല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്ന് നമ്മുടെ കാക്ക അനങ്ങത്തില്ല. പണം പറ്റിച്ചെന്നോ? പെണ്ണിനെ പീഡിപ്പിച്ചെന്നോ? എന്തുവാ ഒന്നും കൂടെ ഒന്ന് മൊഴിയൂ. പോർക്ക് തിന്നാത്തതെന്ന് ചോദിച്ചു നടക്കാൻ. അവനെ ഒരു മലവാണം, അവനെ മൈൻഡ് ചെയ്യാൻ ഒരു മനുഷ്യന്മാരില്ലാതെ നിൽക്കുന്ന സമയത്ത് അവൻ ആരെങ്കിലും 4 പേര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ അവൻ ഇതിൻ്റെയൊക്കെ പേരിൽ വിമർശിക്കാതെ അവനൊരു സ്ത്രീ 50 ലക്ഷം പറ്റിച്ചിട്ടുണ്ട്. ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. ഇവ 50 ലക്ഷം പറ്റിച്ചാണ്. അവന്റെ അവസാനത്തെ ഇര ഞാനാണെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഇരകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കൂ. അല്ലാതെ അനുമോള് ബീഫ് തിന്നു, അനുമോൾ എന്താ ബീഫ് തിന്നാത്ത ആളാണോ? ഇനിയിപ്പോ അനുമോളിപ്പോ നിങ്ങൾ എന്താ കരുതുന്നത്? ഷിയാസിനെ തള്ളി പറയുന്ന വിചാരിച്ചോണ്ടിരിക്കുന്നത്. നാളെ അനുമോള് തിരിച്ചുകൊണ്ട് പറയും. അപ്പൊ നിങ്ങൾ എന്താ ഈ പറഞ്ഞ നിങ്ങൾ വെറുതെ ആയി. എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ വക വാണങ്ങളുടെ പുറകെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നടക്കുന്നത്? ആവശ്യമുള്ള കാര്യം പറയാം. അവരൊരു പെണ്ണിന്റെ അടുത്ത് 50 ലക്ഷം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് കുറെ സോഷ്യൽ മീഡിയ കൂടെ എന്താ പറയാ പറഞ്ഞു നടക്കണത്. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കേ. അല്ല, അവന് റേഞ്ച് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്, അവന്റെ ഇമേജ് നിങ്ങൾ കൂട്ടുക ചെയ്യുന്നത്. കാരണം അറിയാലോ, കേരളത്തിലെ ബീഫ് തിന്നുക അല്ലെങ്കിൽ BJP കുറ്റം പറയാന്നൊക്കെ പറഞ്ഞത് ഇമേജ് കൂട്ടുന്ന കാര്യമാണ്. അപ്പൊ അവൻ ആ ഇമേജ് കൂട്ടാൻ വേണ്ടി ഇങ്ങനത്തെ പല തന്തല്ലാത്തരും പറയും. അതിൽ പോയിട്ട് തലവെച്ച് കൊടുക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ട പണി. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ പല ആളുകളും ഒന്നുമല്ലാത്തവരും വലിയ ആൾക്കാരായി മാറുന്നത്. നിങ്ങളുടെ തട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം നന്നാകും എന്നുള്ളതാണ്. അപ്പൊ അതിനോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ വക ബാണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാൻ തന്നെ നിൽക്കാൻ പാടില്ല. അത് ഈ ഒരു വിഷയത്തില് പോർക്ക് അവൻ പോർക്ക് തിന്നും. അവൻ അങ്ങനത്തെ വിഷയമൊന്നുള്ള ആളൊന്നുമല്ല. അവരൊരാള് അന്തസ്സായിട്ട് പോർക്ക് തിന്നും. അവൻ ബീഫും തിന്നും. അവരൊക്കെ പല തമ്മിടത്തിലും ചെയ്യും. അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യം. ഇപ്പൊ അനുവിനെ ബീഫ് തിരിച്ചോ നിർബന്ധിച്ചോ ഒന്നും പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോയി അനുവിനെ തിരിച്ചു പറയും. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാണ്. ഷിയാസ്ക്ക് എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്, എന്റെ ഏട്ടനെ പോലെയാണ്, എന്റെ അമ്മാവനെ പോലെ എന്ന് പറഞ്ഞാൽ അവളെന്നെ വരും. അപ്പൊ നിങ്ങൾ ആരായി? എന്തിനാണ് എന്ത് കാര്യം? 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ പറഞ്ഞതിൽ പോലെ മാറ്റം വരും എന്നുള്ളത്. ആവശ്യമില്ലാത്ത ഈ അലവലാതിനൊക്കെ പൊക്കി നടക്കേണ്ട വല്ല കാര്യം. ഇവങ്ങൾക്ക് അറിയില്ല ഇവിടെ സംഗീ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു നിലനിൽപ്പിന് വേണ്ടി ഇവിടുന്ന് പറയുന്ന ആൾക്കാരാണ്. അല്ലാതെ അവർക്ക് വേറെ എന്താണുള്ളത്? നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ ആരും മൈൻഡില്ലെങ്കിൽ അവിടെ നിന്നിട്ട് 2 സംഗീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല പേരും നിലയും വിലയും കിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് സംഖ്യാളങ്ങളുടെ കുറ്റം പറയണം. ഇന്ന് മുതൽ എന്റെ വ്യൂസും എന്റെ ലെവലൊക്കെ മാറും, വേറെ രീതിയിലോട്ട് എത്തും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെന്ന്. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പേര് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ പോയിട്ട് അവരുടെ ചൂണ്ടയിൽ പോയിട്ട് കൊത്തേണ്ട കാര്യമുണ്ടാ? സംഘികളെ 4 തെറി പറയുകയും സുഡാപ്പികളെ ഒന്ന് പൊക്കി പാടി പുകഴ്ത്തുകയും ചെയ്താൽ വ്യൂസും റേറ്റിംഗും വൈറലാകലും സബ്സ്ക്രിപ്ഷനും എന്നു വേണ്ട എല്ലാം മണിയായിട്ട് വരും. ശരി,
എന്നാൽ ദാ വായടപ്പൻ മറുപടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മറുപടി. ബീഫ് തമാശ. ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ ഒന്ന് ശ്രമിക്കുക. കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു, ഈ ബീഫ് കഴിക്കാത്തവരെ നിങ്ങൾ ഇനി മുതൽ BJP-കാരൻ എന്ന് വിളിക്കത്തില്ല, കോൺഗ്രസ്സുകാരൻ എന്നേ വിളിക്കത്തുള്ളൂ. കാരണം വെറുതെ കൂട്ടുകാർക്കിടയ്ക്കുള്ള ഒരു ഫണ്ണായിട്ടല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വ്യക്തമായിട്ടുള്ള ഡേറ്റ സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി തരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ഇക്ക പറഞ്ഞ എന്താണെന്ന് കേട്ട് നോക്കാം. ഒരൊറ്റ കാര്യം പറയുന്നത്, ബീഫ് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും അറിയാം ഉള്ള BJP-കാരൻ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു, അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് ഈ BJP ചോദിച്ചോ അതാണ് ബീഫ് കഴിക്കാതെ. ഈ ഒരു ടോക്ക് ഉണ്ടാകാൻ കാരണം ഇവിടെ BJP-കാരാണ്. ഞങ്ങൾ കൂട്ടുകാരുടെ വരുമ്പോൾ അവർ എന്റെ കൂട്ടുകാരുടെ ചോദിക്കുന്ന ഒരു ടോക്കാണ്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചത് ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണമാരുടെ വില വേറെ ഉണ്ടാവും. വേറെ അത് എന്താ മറ്റേ വില പോകും. നല്ല കപ്പയിലിട്ട് പന്നി ഉലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പക്ഷേ കിതാബിൽ അത് കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സാധനം തിന്നാളാണ്. അതാണ് പന്നിയിറച്ചി തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിന്നില്ല. കാരണം നമ്മുടെ കിതാബിൽ ആ സാധനം എഴുതി വെച്ചിട്ടുണ്ട്, പന്നിയിറച്ചി കഴിക്കുന്നതേ മക്കളെ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അതായത് മതം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയാണെന്ന് ഇതിൽ പറയാൻ തെളിവെല്ലാം വേണം. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മുടെ ഉദ്ദേശം വേറെയാണല്ലോ. അതായത് BJP അല്ല ഈ ഗോവധ നിരോധനം കൊണ്ടുവന്നത്, കോൺഗ്രസ് ആണെന്ന് സമർത്ഥിക്കുകയാണ് എന്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനുശേഷം ഈ വിഷയത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ബാക്കി കൂടെ കേൾക്കാം. ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണം, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ആം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്. ഇനി എന്നെ സുഡാത്തേക്കും കുഴപ്പമില്ല, എന്നെ എന്തെങ്കിലും കുഴപ്പമില്ല. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങളത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഖ്യ പരിപാടി മതം വിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കില്ല. ബിയും കേരളത്തിൽ താമര ഇവിടെ ഏത് വർഗീയത BJP-ക്കാണ് പോലും RSS-നാണ് പോലും വർഗീയത. നമുക്ക് വർഗീയത എന്ന് പറയുന്ന സാധനം ഇല്ല, നമുക്ക് മതേതരത്വമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പുസ്തകം വലുത്, മറ്റുള്ളവരുടെ പുസ്തകം ചെറുത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാം, വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് നമുക്ക് ബീഫിന്റെ കാര്യത്തിലേക്ക് വരാം. കോൺഗ്രസ് ആണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിട്ടുണ്ടേ. അപ്പൊ ഡേറ്റാസ് ഒക്കെ ഞാൻ എടുത്തോട്ടെ സുഹൃത്തെ. 1949 ആർട്ടിക്കിൾ 48 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോവധ നിരോധന നിയമം എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? കോൺഗ്രസ്. ഓക്കെ, 1949. അപ്പോൾ ഇതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് നടപ്പിലാക്കിയത്. അത് 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഈ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP എന്നാണ് ഫോം ചെയ്തത്. BJP ഫോം ചെയ്തത് 1980. അപ്പോൾ ഈ ഗോവധ നിരോധന നിയമമൊക്കെ ഈ കൊണ്ടുവന്ന സമയത്ത് BJP ജനിച്ചിട്ട് പോലുമില്ല. അവിടെ തന്നെ താങ്കളുടെ വാദം പൊളിഞ്ഞേ. അതായത് BJP ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമം, അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമമാണ് താങ്കൾ BJP-യുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ തന്നെ പണിവാളിയെ. ഇനി കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമങ്ങൾ അവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ വർഷങ്ങളിൽ നടപ്പാക്കി എന്നറിയണ്ടേ? ഒന്ന് വായിക്കാം. 1950 അസം, 1954 ഗുജറാത്ത്, 1955 ബീഹാർ, 1955 ഉത്തർപ്രദേശ്, 1955 പഞ്ചാബ്, 1958 തമിഴ്നാട്, 1959 മധ്യപ്രദേശ്, 1960 ഒഡീഷ, 1964 കർണാടക, 1968 പുതുച്ചേരി, 1976 മഹാരാഷ്ട്ര, 1977 ആന്ധ്രാപ്രദേശ്. ഏതാണ് ഒരു 10-15 സംസ്ഥാനങ്ങളിൽ ഇവർ ഇത് നടപ്പിലാക്കി. അന്നൊന്നും BJP ഇവിടെ ഇല്ലേ, അത് മറക്കരുത്. ഇതിനുശേഷം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ നിയമങ്ങൾ അങ്ങ് തുടർന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. കാരണം എന്താണെന്നറിയോ? താങ്കൾ ഈ പറയുന്ന പോലെ ഇവിടെ ഒന്നും പോത്തിറച്ചി കിട്ടാഴികയില്ല, ഇവിടെ എല്ലാം പോത്തിറച്ചി കിട്ടും എന്നുള്ളതാണ്. ഇതെല്ലാം ഗോവധ നിരോധന നിയമമാണ്. ഗോ, പശു, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ചില സംസ്ഥാനങ്ങളിൽ അത്ര സ്ട്രിക്റ്റ് ആണ്, ചില സംസ്ഥാനങ്ങളിൽ സ്ട്രിക്റ്റ് അല്ല. അതിനിടയ്ക്ക് ചില ലൂപ്പ് ഹോളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറക്കാം, അത് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഇനി താങ്കൾ പറഞ്ഞുവല്ലോ, ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണാണ്. ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ BJP ആണോടാന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ ഇതിനിടയ്ക്ക് ഈ പന്നിയിറച്ചി കഴിക്കത്തില്ല, ഞങ്ങളുടെ കിതാബിലുണ്ട്, അതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഫണ്ണാകുമ്പോൾ നമുക്ക് എന്തും പറയാലോ. അതിന് മുമ്പായിട്ട് ആ പറഞ്ഞ ആ ഭാഗം മാത്രമായിട്ട് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് തുടർന്ന് സംസാരിക്കാം. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണമാരുടെ വില വേറെ ഉണ്ടാവും. വേറെ അത് എന്താ മറ്റേ വില പോകും. നല്ല കപ്പയിലിട്ട് പന്നിയോ ഉലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പക്ഷേ കിതാബിൽ അത് കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സാധനം തിന്നാളാം. അത് തന്നെ, പന്നിയിറച്ചി തിന്നാൻ അതിയായ ആഗ്രഹമുണ്ട്, തിരിച്ചു കഴിക്കാതെ എന്നും കഴിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കിതാബിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കത്തില്ല. അവിടെയാണ് പ്രശ്ന സുഹൃത്തെ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങൾക്ക് പന്നിയിറച്ചി താല്പര്യമില്ല, ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ എന്റെ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മതം തലയ്ക്കകത്ത് അതുപോലെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലേ? മതപുസ്തകത്തിൽ എന്ത് പറഞ്ഞു അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നവർ മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവരാണ്, അല്ലേ? പിന്നെ താങ്കൾ ഈ പോത്തിറച്ചിയോട് ഭയങ്കര താല്പര്യമാണ്, ബീഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരിടയ്ക്ക് വരുന്ന ഒരു ഫണ്ണാണ്. അതായത് ചില ആൾക്കാർ, അതായത് ഈ കിതാബ് ഫോളോ ചെയ്യുന്ന ചില ആൾക്കാർ, അവർ പോത്തിറച്ചി കഴിച്ചെങ്കിൽ പോലും ഹലാൽ ഫുഡ് അല്ലെങ്കിൽ കഴിക്കത്തില്ല എന്ന് ഞങ്ങൾ കൂട്ടുകാരുടെ ഒരു ഫണ്ണുണ്ട്. പക്ഷെ താങ്കൾ അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മറ്റു മതസ്ഥർ അർത്ഥം കഴിഞ്ഞാൽ ഇത് ഹലാലാകത്തില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഒരു വ്യക്തി അർത്ഥമെങ്കിൽ മാത്രമേ ഉള്ളത് ഹലാലാവൂ എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തി അർത്ഥ ആഹാരം പോത്തിറച്ചിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമാണെങ്കിൽ പോലും അത് കഴിക്കത്തില്ല എന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ മതേതരത്വക്കാരനായതുകൊണ്ട് മറ്റു ജാതിയിലോ മതത്തിലോ പെട്ട ഒരാൾ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ മാറ്റി വെക്കാറില്ല. പക്ഷെ പന്നിയിറച്ചിയുടെ കാര്യം മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഹലാലാണെങ്കിലും അല്ലെങ്കിലും കഴിക്കും എന്നുവാണോ? പിന്നെ മറ്റൊരു കാര്യം, അല്ലടാ നീ പന്നിയിറച്ചി കഴിക്കുമോ? ഇല്ല, ഞാൻ എൻ്റെ കിതാബിൽ പറഞ്ഞത് നീ സുഡാപ്പിയാണോടാ എന്ന് ചോദിച്ചാലോ?
നീ മൂരിയാണോടാ കാക്ക? നീ കാക്കേ, നീ പറന്നു പോകുന്ന കാക്കയാണോടാ കാക്കേ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? കൂട്ടുകാർക്കിടയിലുള്ള ഒരു ഫണ്ണ് മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. പക്ഷേ എന്തോ കാക്ക എയറിലായി, കാക്ക വൈറലായി. ഒരു മറുപടിയും കൂടി. അതിൽ തന്തരാത്രം പറയരുത്. ഷിയാസ് കരീം ബീഫ് കഴിക്കുന്ന പറയേണ്ട കാര്യം എന്താ? അവൾക്ക് വേണമെങ്കിൽ അവള് കഴിക്കും. നീ ആരവളെ കഴിപ്പിക്കാനായിട്ട്? ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാല് നീ അതും ചോദിച്ചത് മര്യാദ ഡയറ്റ് ആണോന്ന് ചോദിച്ചത്. രണ്ടാമത് ചോദിച്ചത് BJP ആണോന്ന് ചോദിച്ചത് ശുദ്ധ തന്തയില്ലാത്രം. നമ്മൾ അതിൽ തന്തയില്ലാത്രം പറയരുത്. ബീഫ് കഴിക്കാത്തവരെല്ലാം BJP ആണോ മൈര? അപ്പൊ തിരിച്ച് നിന്നോട് ചോദിക്കട്ടെ, നീ നിന്നോട് കുറച്ച് ഇതേപോലെ കുറച്ച് പന്നിയിറച്ചി എടുത്ത് വെച്ചിട്ട് കഴിക്കുന്ന പറഞ്ഞാൽ നീ കഴിക്കുമോ? പോർക്ക് കഴിയടാന്ന് പറഞ്ഞാൽ നീ കഴിക്കൂടാ മൈരെ? നീ കഴിക്കത്തില്ലെന്ന് പറയുമ്പോൾ നീ ഉടനെ മറ്റേതാണെന്ന് ചോദിക്കുന്നതാണോ അതിന് മര്യാദ മൈര? എടാ, ഒരാൾ ഒരു സാധനം കഴിക്കുന്നില്ലെങ്കിൽ അതിനായിട്ടുള്ള കാരണം കാണും. മനസ്സിലായില്ലേ? ഈ ബീഫ് ഒന്നും പറഞ്ഞുകൊണ്ട് മിക്കയിടത്തും വെച്ച് വെട്ടി വിളമ്പി കൊടുക്കുന്നത് പശുവിനെയും കാളനെയൊക്കെയാണ്. അപ്പൊ ചിലരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് അവർക്ക് അത് കഴിക്കാൻ താല്പര്യമില്ല. നീ പന്നി കഴിക്കാത്ത എന്തുകൊണ്ടാ? അതിന്റെ നിങ്ങളുടെ വിശ്വാസത്തിൽ അത് ഹറാമാണ്. അതുകൊണ്ടല്ലേ കഴിക്കാതെ? അതിനോടനെ നീ മറ്റേതാണെന്ന് ചോദിക്കുന്നതാണോ മര്യാദ? എവിടുന്ന് വരുന്ന വെണ്ണേ? നിന്റെ അണ്ണന്റെ വേറൊരു ന്യൂസ് ഉണ്ട്, അതെന്ന് കേൾക്കാം. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ ഷിയാസ് കരീം പിടിയിൽ. ഗൾഫിൽ നിന്നെത്തിയ ഷിയാസിനെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. ഫൈസൽ ചേരുന്ന വിവരങ്ങളുമായി. ഫൈസൽ, ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. ഇയാൾ കീഴടങ്ങാൻ എത്തുന്ന വഴിയായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ചന്ദേര പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ചന്ദേര പോലീസിന് ചെന്നൈ വിമാനത്താവളത്തിലെ കസ്റ്റംസ്. അയ്യോ അണ്ണേ ഇതൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പൊ നീ പിന്നെ ബീഫ് കഴിക്കുന്നത് ബലാത്സംഗ വീരനായത് കൊണ്ടാണോന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാലോ? മൈരേ, അപ്പോ ഒരാളെ ഇതാക്കുമ്പോ അതിനുള്ള യോഗ്യത നിനക്ക് വേണം. മനസ്സിലായില്ലേ? തന്തലാത്രം പറയുമ്പോ ആലോചിച്ച് പറയണം. നീ BJP കിട്ടുന്ന ഊക്കിയതാണെന്ന് മനസ്സിലായി. അപ്പോ തിരിച്ച് ഇതേ കണക്കുള്ള ഊക്കുകളും വാങ്ങിച്ചു കൂട്ടാനുള്ള മനസ്സും കൂടെ വേണം. മനസ്സിലായില്ലേ? നീ നല്ലോണം ബീഫ് കഴിക്കുന്ന അടിച്ചു കയറ്റുന്ന ഇതിനാണോ ബലാത്സംഗ? അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. എന്തായിരുന്നാലും ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട് കേട്ടോ. തിരിച്ച് മറുപടി പറയാൻ ആർജവമുള്ള ചെറുപ്പക്കാരുണർന്നു വരുന്നു എന്നത് വലിയ രൂപത്തിലൊരാശ്വാസം. ഞാൻ ചിന്തിച്ചതും ഇത് തന്നെയാണ്. അതായത് അനുമോള് തിരിച്ച് ഷിയാസിനോടാണ് ചോദിച്ചിരുന്നതെങ്കിലോ, ഡയറ്റാണോ അതോ മൂരിയാണോ? ഡയറ്റാണോ അതോ സുഡുവാണോ? ഡയറ്റാണോ അതോ സുഡാപ്പിയാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിലോ അതും ഫണ്ണായിട്ട് എടുക്കുമായിരുന്നോ? ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. അല്ല, അപ്പൊ എനിക്കൊരു ഡൗട്ട്. ബീഫ് കഴിക്കാത്ത ആള് RSS അല്ലെങ്കിൽ BJP ആണോ എന്ന് ചോദിക്കുന്നത് പോലെ ഇതിപ്പോ തിരിച്ച് അനുമോള് ഷിയാസിനോട് ചോദിക്കുകയാണ്, നീ എന്താ പോർക്ക് കഴിക്കാത്തത്? നീ പോർക്ക് കഴിക്കാത്തത് സുഡാപ്പി ആയതുകൊണ്ടാണോടാ, അല്ലെങ്കിൽ PDP ആയതുകൊണ്ടാണോ, മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതുപോട്ടെ, എനിക്ക് തോന്നുന്നു ഷിയാസ് ഭയങ്കര അവൻ ബീഫും പോർക്കും എല്ലാം കഴിക്കുന്ന ഒരുത്തരാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി റെസിപ്പിയൊക്കെ നമുക്ക് പറഞ്ഞു വരുന്നത്. നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ പശുവും പോർക്കും ഒക്കെ കഴിക്കുന്ന 2 കുരുമുളക് ഇട്ട് വരട്ടി കഴിക്കാൻ അടിപൊളിയാട്ടാ. 2 ഞാൻ കഴിക്കും. പിന്നെ പന്നിയിറച്ചില്ലേ വേവിക്കാൻ നന്നായിട്ട് വേറെ ഉണ്ടാവും. വേറെ അത് എന്താ മത വില പോകും. നല്ല കപ്പയായിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നാളാം. ബെസ്റ്റ്. ഞാൻ പോകുന്നില്ല. ഞാനവിടെ നല്ല പോർക്കിന്റെ റെസിപ്പി പറയാൻ പോവാണ്. അവൻ കഴിക്കുന്ന പോർക്കിന്റെ റെസിപ്പി ആയിരിക്കും അവൻ പറയാൻ പോകുന്നത്. അവസാനം കൊണ്ടുവന്ന് അവൻ കലവടച്ചു. ഇത് പറയാനാണ് ഇത്ര പാടുപെട്ടോ വന്നത്. അപ്പൊ ഇതേ കാര്യം അപ്പുറത്ത് അനുമോളുടെ കാര്യത്തിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ? അവർക്ക് താല്പര്യമില്ല, അവൾ കഴിക്കുന്നില്ല, അവിടെ വായിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ പറയുന്നത്. എത്രയൊക്കെ മൂടി വെച്ച് സംസാരിച്ചെന്ന് പറയാൻ, എത്ര മതേതരനാണെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കിതാബി പറയുന്ന പോലെ പറയുന്നത്. തിരിച്ചു കടിക്കാത്ത സാധനത്തെ വരെ അല്ല, തിരിച്ചു കടിക്കാത്ത എന്ത് ഞാൻ കഴിക്കും. പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് ഞാൻ കഴിക്കത്തില്ല. അതെന്താ? പന്നി എന്നെ തിരിച്ചു മാന്തി, കടിച്ചു, പൊളിച്ചു, വലിച്ചു. അതുകൊണ്ട് പന്നി ഞാൻ കഴിക്കില്ല. പന്നി അത്ര വെടിപ്പുള്ള ആളല്ല. പുറത്താ. ശരി.